ജന്മാഷ്ടമിയാണ്. അപ്പോൾ ജന്മാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ്, ഭഗവാന്റെ ഹാപ്പി ബർത്ത്ഡേ ദിവസമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾ പറയാണ്, ഭഗവാനെ പറ്റിയാണ്. അഷ്ടമി ദിവസം അർദ്ധരാത്രി രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാന്റെ ജന്മം ഉണ്ടായത്. ആ സമയത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും നക്ഷത്രങ്ങളും ദേവാദേവന്മാരും ഒക്കെ ഭഗവാന്റെ ജന്മത്തിന് വേണ്ടിയിട്ട് ഭൂമിദേവി അടക്കം പ്രാർത്ഥനാനിരഭമായി നിൽക്കുന്ന സമയത്താണ് ഭഗവാന്റെ ജന്മം ഉണ്ടായത്. അദ്ദേഹം കാരാഗൃഹത്തിലെ ദേവകിയുടെ ഗർഭപാത്രത്തിലെ വസുദേവർ പിതാവാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ്റെമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ ദേവകി വസുദേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം കംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, സ്വംബോധം എന്ന് പറയുക, ദുരാഗ്രഹം, ഇതൊക്കെ ചേർന്നതാണ് കംസൻ അല്ലേ. ആ കംസനാൽ നമ്മൾ ഏവരും ബന്ധിതനാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഇതിൽ ബന്ധിതനാണ്. ഈ ബന്ധനത്തിൽ നിന്ന്, ഈ ബന്ധനങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് മോചിതരായാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അല്ലേ. ആ ഉയർച്ചയിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏവരും ഭഗവാന്റെ പാദത്തിൽ സമർപ്പണം ചെയ്യണം. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ അഹങ്കാരത്തെ നിഗ്രഹിച്ചിട്ട് ജ്ഞാനം എന്ന ബോധം നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏവർക്കും ഈ ഒരു ജീവിതവ്രതമായിരിക്കട്ടെ, നമുക്ക് ജ്ഞാനം ഉണ്ടാകട്ടെ, ഭഗവാന്റെ കാരുണ്യത്തിൽ നമുക്ക് ജ്ഞാനം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടെ ജ്ഞാനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ജയ ശ്രീകൃഷ്ണ.